ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ സ്കാൽപ്പേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഞാൻ എനിക്ക് വേറെ ചാനലുണ്ട് കേട്ടോ, ഒരു ഗെയിമിംഗ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ലൈവ് സ്ട്രീം ചെയ്ത് ഇങ്ങനെ വരുന്നതാണ്. സോറി, ഇങ്ങനെ സൗണ്ട് ഇതായി പോകുന്നത് ഗെയിം റിലേറ്റഡ് ആയതുകൊണ്ടാണ് പറയാത്ത എന്താണ്. പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി പഠിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. സഡൻ ആയിട്ടുള്ള എൻട്രി ആയിരിക്കും, സഡൻ ആയിട്ടുള്ള എക്സിറ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറയുമ്പം വളരെ പെട്ടെന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത്. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിങ്ങിൻ്റെ. ഓക്കെ, നമ്മളപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു തരാൻ വേണ്ടി സെലക്ട് ചെയ്ത ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 4 ഹവറിലാണ്. നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് 5 മിനിറ്റ്സിലായിരിക്കും. പിന്നെ അതേപോലെ പറയാനാണെങ്കിൽ 5 മിനിറ്റ്സിലായിരിക്കും നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഇത് കണ്ട ഈ സംഭവം നമ്മൾ ന്യൂയോർക്കിൽ ഇട്ടേക്കണം. ന്യൂയോർക്ക് ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രാറ്റജിയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം 4 ഹവറിൽ പോവാം. 4 ഹവറിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ വേണോ, തേർഡ് ഡേ വരാൻ പോകുന്നു. അപ്പോൾ സെക്കൻഡ് ഡേ എടുക്കാം. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഫസ്റ്റ് 4 ഹവർ ക്യാൻഡലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഇതാണ് ഹൈ, ഇതാണ് ലോ. ഇവിടെ ഇതാണ് ലോ. ഇങ്ങനെ ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഈ ഡേയുടെ മാർജിൻ, ഈ ഡേ തീരുന്ന എവിടെയാണെന്ന് മാർക്ക് ചെയ്യണം. ജസ്റ്റ് അതിപ്പോൾ അല്ലാതെ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇതിന് പകരം നമ്മൾ ഈ ലൈൻ ടൂൾ ട്രെൻഡ് ലൈൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം രണ്ടും മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ 5 മിനിറ്റ്സിലോട്ട് പോവാം. ഓക്കെ, 5 മിനിറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഇവിടെയാണല്ലോ തുടങ്ങുന്നത്. ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ പ്രീവിയസ് വെച്ചിട്ട് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഷോർട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് ഷോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ ഈ ലൈൻസിൻ്റെ താഴെ ഒരു പെർഫെക്റ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ട്രേഡ് എടുക്കാം. ഇവിടെ ക്ലോസ് കിട്ടി, നമ്മൾ എന്ത് ചെയ്ത് ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഓക്കെ, ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ ഹൈ വരെ വെക്കാൻ പറ്റും. ഏത് ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ വരെ, അതായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇതാണല്ലോ ഹൈ. ഈ ഹൈ ഇച്ചിരി കണ്ടോട്ട് വെച്ചോ. ഇവിടെ വന്നിട്ട് ഇത് മേളിൽ പോവും. മേളിൽ പോയിട്ട് നമുക്ക് ടാർഗറ്റായിട്ട് വെക്കണമെന്ന് ഞാൻ പറയൂല, വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇച്ചിരി ലിക്വിഡിറ്റി, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം അതെ ഇവിടെ റെഫ്യൂജി ഉണ്ട്, ഇവിടെ. ഓക്കെ, ഇവിടെ റെഫ്യൂജി ഉണ്ട്. ഈ സാധനം മാറ്റി പള്ളിയാണ് സമയത്ത് വരും. ഇതൊരു എഫ്ഇജി ആണ്. ഓക്കെ, ഈ എഫ്ഇജി വരുന്ന സമയത്ത് ഈ എഫ്ഇജി ഇവിടെ ടാപ്പ് ചെയ്ത് പോയതാണ്. അപ്പം ഇൻ കേസ് ഇവിടെ നിന്നൊരു ഇവിടെ ഇങ്ങനൊരു ക്ലോസ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴോട്ട് പോകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ളവൻ വെയിറ്റ് ചെയ്യുക. അത് അവിടെ തന്നെ താഴോട്ട് പോകും. ഓക്കെ, അതിനടുത്ത് എഫ്ഇജി നോക്കി അങ്ങ് വിട്ടോ. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അത് നോക്കി അങ്ങ് വിട്ടോ. ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട്. ഓക്കെ, ഈ എഫ്ഇജി ഇങ്ങനെയായിരുന്നു. ഇതിൽ കുറച്ച് കവർ ചെയ്തു. ഓക്കെ, നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. പിന്നെ അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. കാരണം ഇവിടെ നിന്നാലും പട്ടേന്ന് പറഞ്ഞ് അടിച്ചങ്ങ് പെട്ടെന്ന് പോകുന്നില്ല. ഇപ്പം ഈ ക്യാൻഡിൽ കണ്ടല്ലേ, ഈ പോയതുപോലെ വേണേൽ പോവാം. പക്ഷെ അത് ഇവിടുന്ന് ഇവിടം വരെ പോയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള പ്രോഫിറ്റ് കിട്ടും. മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്ലോസ് കിട്ടി, ഇങ്ങനെ വന്നു, ഇങ്ങനെ ഒരു ക്യാൻഡിൽ പിന്നെയും ഫോം ചെയ്തു, പിന്നെയും വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആവേണ്ട കാര്യമില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നല്ലൊരു ഡ്രോപ്പ് അടിച്ച് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി
ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇതിങ്ങനെ വന്നു, ഇവിടെ ഒരു റിജക്ഷൻ, നല്ല റിജക്ഷൻ. ഓക്കെ, അടുത്ത ക്യാൻഡിൽ നോക്കി, അടുത്ത ക്യാൻഡിൽ ഇവിടെ നല്ലൊരു റിജക്ഷൻ. എന്നിട്ട് അടുത്ത ഈ ക്യാൻഡിൽ ഫോം ചെയ്തു. വേണമെങ്കിൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അത് ഇപ്പം എത്ര കിട്ടി? 1.51%. നമ്മൾ നമ്മുടെ 0.17% ആയിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതിൻ്റെ ഇത്രയും കിട്ടിയില്ലേ? ഇനി ലോങ് പ്ലാൻ ചെയ്യുന്ന കാര്യം പറയണം. ഇവിടെ ഒരു നല്ല ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ കേട്ടോ, ഇവിടെ നല്ല ക്യാൻഡിൽ ക്ലോസ് കിട്ടി. പക്ഷേ ഇത് നമുക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ ഇങ്ങനെ ക്യാൻഡിൽ ക്ലോസ് കിട്ടി, ഇവിടം വരെ ഉള്ളൂ നമ്മുടെ ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പം ഇവിടെ നിന്ന് എടുത്താലും നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കാണല്ലോ ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത്. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ പ്രതീക്ഷിക്കണ്ട, കിട്ടൂല. അപ്പോൾ അത് നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് അടുത്ത നോക്കുക. അടുത്ത് നോക്കുമ്പോൾ ഇവിടെ എവിടെ ഉണ്ട് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ്. ഇതൊരു നല്ല ക്യാൻഡിൽ ക്ലോസ് അല്ല. ഓക്കെ, ഇതൊരു നല്ല ക്യാൻഡിൽ ക്ലോസ് അല്ല, ഉറപ്പായിട്ടും പറയാം. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ വെക്കാവുള്ളൂ. മീൻ നല്ല രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്താലും എൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഹൈയിലായിരിക്കും. ഇതെന്തൊരു ഇത് ഇത്ര ഹൈയിൽ, അത് നമുക്ക് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോഭമായിരിക്കും. അപ്പം നമുക്ക് എല്ലായിടത്തും പിടിച്ച് എൻട്രി ചെയ്യരുത്, നോക്കുക. ഇപ്പം ഇവിടെ ഇത്ര റിജക്ഷനൊക്കെ അടിക്കുന്നുണ്ട്, ഇത്ര റിജക്ഷൻ അടിക്കുന്നുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ ഇവിടെ റെക്റ്റ് അടിച്ച് പോകാം. ആലോചിച്ച് നോക്കുക, ഇവിടെ ഇത്രയും വലിയ ക്യാൻഡിൽസാണ് ഫോം ആയേക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു ഇന്നോവേഷൻസി ക്യാൻഡിൽ ഇത്രയും വലുത് ഫോം ആകുമ്പോൾ അവിടെ അതിന് മാത്രം ഓർഡേഴ്സ് ഇനി പെൻഡിങ് ആണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിവിടെ വന്ന് കയറിയാലും ഇവിടെ ആണ് ഇത്രയും വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. നോക്ക്, നമുക്കിത് അടിപൊളി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇത് താഴെ ഒരു എൻട്രി ചെയ്യാൻ കിട്ടില്ല ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് ഇത്രയും വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് വരാനുള്ള പെട്ടെന്ന് ചാൻസ് കുറവാണ്. ഇവിടുത്തെയൊക്കെ പറഞ്ഞൊക്കെ എടുത്ത് പയ്യെ വരും. അപ്പോൾ നമുക്കത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇത്ര അടുത്തുള്ളപ്പം ഇതെടുത്തിട്ടേ ഇങ്ങനെ വരുത്തുള്ളൂ. ഇത് വേണമെങ്കിൽ താണിപ്പോൾ ഇവിടെ നിന്ന് അടിച്ച് കയറി വരാം. നമുക്ക് ഉറപ്പില്ലാത്ത എടുക്കരുത്. ഇതിപ്പം ഇതൊക്കെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് സ്കാൽപ്പേഴ്സിനൊക്കെ പറ്റിയ സാധനമാണ് ഈ സാധനമൊക്കെ. അത് നോക്കി കിടില സാധനം. അതാണ് ഇവിടെ നിന്ന് എടുത്തവനും അത്യാവശ്യം ലക്കിയ. ഇവിടെ നിന്ന് നോക്കിയവനും വേണ്ട കണ്ട. നമ്മൾ ഈ ലൈൻ ഇത് വെച്ചാൽ മതി, സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി, മനസ്സിലായോ? അതിന് വേണ്ടി ഇവിടെ എത്തി. നമ്മൾ ഈ താഴത്തെ ലൈനിൻ്റെ ഒരുമോസ്റ്റ് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കിട്ടി. ഒരു പി ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടാണ് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുന്നവന് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പോലും ഇത്രയും കിട്ടി, മനസ്സിലായോ? അപ്പം ഇതിൽ നിന്ന് വേണ്ട ഇത്രയും ട്രേഡ് നമുക്ക് കിട്ടും. ഈ ട്രേഡ് വേണ്ട, പോട്ടെ, നോക്കണ്ട. കാരണം ഇത് ഇത്രയും വലിയ ഇനഫിഷ്യൻസി ക്യാൻഡിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും അടിച്ച് താഴെ പോകുന്നു, പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇച്ചിരി ഒന്ന് പയ്യെ ഇവിടത്തേക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹണ്ട് ചെയ്ത് പയ്യെ വരത്തുള്ളൂ, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്തെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചില്ല. ഓക്കെ, ഒന്ന് അടിച്ചു പോയാൽ ഓക്കെ. ഒരിക്കട്ടെ, നമ്മൾ ഹോററിൽ പോയില്ലേ? 4 ഹവറിൽ പോയി. അടുത്തത് ഇപ്പൊ നമ്മള് ഇത് തുടങ്ങാം. ഇപ്പൊ നമ്മള് ഡേ 2 ആണ് നമ്മൾ നോക്കി. ഓക്കെ, ഇനി ഡേ 1 നോക്കാൻ പോകണം. സെപ്റ്റംബർ 1-ാം തീയതി. സെപ്റ്റംബർ 1-ാം തീയതി നമുക്ക് കുറെ കിട്ടാൻ വെച്ചു. ഒന്നിവിടെ. ഓക്കെ, ഒന്നിവിടെ. ഇതെപ്പോഴും 4 ഹവർ ക്യാൻഡിലിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ വന്നതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടാ. ഇല്ലെങ്കിൽ പണി പാടും, ഉറപ്പുള്ള കാര്യമാണ്. അടുത്താണ് നമ്മൾ ഇവിടെ ആണ് മാർച്ച് വെച്ചേക്കുന്നത്. ഐ മീൻ സെക്കൻഡ് ഡേയുടെ തുടക്കം. നമ്മൾ 5 മിനിറ്റ്സിൽ പോവാം. 5 മിനിറ്റ്സിൽ പോകുമ്പോൾ കേട്ടാ, ഇവിടെ നമുക്കൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി, നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് എടുത്ത് ലോങ് പോകുമ്പോൾ ഇവിടെ നമ്മളെടുത്ത് ഇവിടെ നിന്ന് ആയിരിക്കും എടുക്കുന്നത്. ഇത്രയും കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടി. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഇതേ ഇത്രയും വെക്കാം. ഇത്രയും കിട്ടിയേ ഫസ്റ്റ് ട്രേഡാണ് കേട്ടോ, ആദ്യത്തെ ഇതിനകത്തെ. പിന്നെ അടുത്ത നമുക്ക് ഷോർട്ടാണ്. ഇവിടുന്ന് ക്യാൻഡിൽ ക്ലോസ് ആയി,
നല്ല ക്യാൻഡിൽ ക്ലോസ് ആണ്. ഈ ക്യാൻഡിൽ ക്ലോസിന്റെ മേളിൽ ഇത് നമുക്ക് ഇവിടം വരെ വെച്ചില്ലെങ്കിലും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ വെക്കാം. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇവരുള്ളവരൊക്കെ മനസ്സിലാക്കും കേട്ടോ. അത്യാവശ്യം ബോധം വെക്കണമൊക്കെ വേണം ഈ സാധനമൊക്കെ ചെയ്യുമ്പോൾ, സ്കാൽപ്പിങ് ചെയ്യുമ്പോൾ. കാരണം പെട്ടെന്ന് പൈസ വന്ന പരിപാടിയാണേ. ഇതൊരു ഇതാണ്. ഇവിടെ വന്ന് റീട്രേസ് ചെയ്യുന്ന എന്തായാലും അറിയാം. ഇവിടെ വന്ന് ഇങ്ങനെ കയറി പെട്ടെന്ന് റിജക്റ്റ് ആയില്ല, അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്ത് കണ്ട. ഇത് കണ്ടപ്പോഴേ വിറ്റോണം. വെച്ചോണ്ടിരുന്നാൽ പണി പാടും. ഇത് കണ്ട് വിറ്റ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക അടുത്ത ക്യാൻഡിൽ ഏതാണ്. അടുത്ത ക്യാൻഡിൽ ഇത്ര റിജക്ഷൻ കാണുമ്പോഴേ വിറ്റണം. അപ്പോഴേ കിട്ടിയത് ഇത്രയും കിട്ടി. ഇത്ര ഉണ്ട് 1.5%, 0.9%, 19% റിസ്കിൽ കിട്ടി. അടുത്ത ട്രേഡ് വായിക്കാം. ഈ ഒരു ഹാമർ ക്യാൻഡില, ഇത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്രയും സെല്ലേഴ്സ് സെല്ല് ചെയ്ത് ഇവിടം വരെ കൊണ്ടുപോയി ചെറിയ ബയ്യേഴ്സുകൾ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എടുത്താൽ ഇവിടെ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിങ്ങനെ വന്ന് ടാപ്പ് ചെയ്യും, റിജക്ഷൻ അടിക്കും, ടാപ്പ് ചെയ്യും, റിജക്ഷൻ അടിക്കും. ഇത് ഇത്ര സ്റ്റോപ്പ് ലോസ് പറയുമ്പോൾ നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പോരുത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനോ നമ്മൾ ഇവിടെ എത്തി, ഇവിടെ സ്റ്റോപ്പ് ലോസാണ്, നമുക്ക് ഇത്രയും പോകും, എന്നാൽ പിന്നെ ഇത്രയും കളയാം എന്ന് വിചാരിക്കരുത്. ഇവിടെ വരുമ്പോൾ പോകുന്നത് പോട്ടെ എന്ന് വിചാരിച്ചോണം. ഓക്കെ, താഴെ വരിക. ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതിങ്ങനെ വരും. ഇതിവിടം വരെ വന്നു, എന്തുണ്ടായി? ഇത് അടുത്ത നല്ല റിജക്ഷൻ വരുമ്പോൾ കളഞ്ഞാൽ മതി. ഓക്കെ, ഇങ്ങനെ ഇത് എത്ര വട്ടം ടച്ച് ചെയ്ത് നോക്ക്. നല്ല രീതിയിൽ ഇതാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതുണ്ടോ, ഇവിടം വരെ കിട്ടും. എങ്ങനെ പോയാലും ഇവിടെ ഒന്ന് റിജക്റ്റ് ആയി, ഇവിടെ ഒന്ന് റിജക്റ്റ് ആയി. ഈ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അപ്പം കളഞ്ഞാൽ മതി, പോട്ടെ. അത് വന്ന് ഡൂർ ഡൈ സിറ്റുവേഷൻ ആണ് ഇവിടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സംഭവമാണ്. ഇങ്ങനെ വന്നു പോയി. ഓക്കെ, ഇത്രയും കിട്ടും. അടിപൊളി ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ അടുത്ത സംഭവമാണ് പറയാൻ പോകുന്നത്. ഇവിടുന്ന് അടുത്ത് നമുക്ക് ബൈ കിട്ടും. കണ്ടല്ലോ, ഇവിടെ നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് വന്നു. അപ്പോൾ നമ്മൾ ഒരു ലോങ് പൊസിഷൻ വെക്കുകയാണ് അടുത്ത ക്യാൻഡിലിൽ. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പറയുമ്പം ഇതിൻ്റെ താഴെ ഇരിക്കണം. ഇങ്ങനെ വെച്ചാൽ ഇത് ഈ ദിവസം വരെ ഉള്ളൂ കേട്ടോ. ഐ മീൻ ഈ സെക്കൻഡയുടെ തുറക്കാൻ വരെയുള്ള സാധനം വാലിഡ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പോകുന്ന മൊത്തം ബോണസാണ്. ഈ ലൈൻ കടന്നു പോകുന്ന മൊത്തം ബോണസാണ്. ടാർഗറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നില്ലല്ലോ. നമുക്ക് 2% കിട്ടും. 2% എബവ് കിട്ടും. ഇത്ര. അപ്പം ഇതാണ് ആ സ്ട്രാറ്റജി. ഓക്കെ, FEG ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും പറയുന്നു, FEG ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദിസ്. ഓക്കെ, ഈ സ്ട്രാറ്റജിയിൽ ഈ സ്ട്രാറ്റജി എന്നല്ല, ഒട്ടുമിക്ക എല്ലാ കേസസിലും FEG ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്ക്, ഇവിടുന്ന് ഈ FEG വന്ന് ഇവിടെ എടുത്ത് പോയിട്ട് ആണ് ഈ FEG ഇതാവുന്നത്, ഫെയിലാവുന്നത്. ഇതിവിടെ പോയി എങ്ങനെയാണ് FEG ഇതാവുന്നത്? ഈ 5 മിനിറ്റ്സിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ, സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ 5 മിനിറ്റ്സിൽ FEG ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 15 മിനിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ 15 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വലിയ FEG ആണ്. ഇത്രയും വലിയൊരു FEG ആണ്. കണ്ട, സ്റ്റേജ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു FEG ആണ് ഇത്. ഇത്രയും വലിയൊരു FEG. ഈ FEG റിജക്ഷൻ കണ്ട അത്ര. ഇത് 50 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ FEG എല്ലാം നല്ല രീതിയിൽ ടാപ്പ് ചെയ്തിട്ടാണ് പോയത്. 50 മിനിറ്റ്സ് FEG. FEGs ഒക്കെ ഓൾവേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ എടുക്കാം. ഓക്കെ, hope you guys understand the video. See you soon guys. Bye. See you in another video. ഇതിൻ്റെ റിസൾട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഇനി ഇതിൻ്റെ റിസൾട്ട്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ പോലെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് ചിത്രം കണ്ടല്ലോ. ഇനി ഇതെല്ലാം എന്താണ് ഇതിൻ്റെ പുറത്താണ്. അതേപോലെ തന്നെ ഇത് വേറെ ടൈം ഫ്രെയിം അല്ല, സോറി, വേറെ ഇതിലെയാണ്. ഫോറോവർ അടുത്ത ക്യാൻഡിൽ വന്നിട്ടില്ല. 1 മണി സംതിങ് എന്തോ ആവും. ഇവിടെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. 3-ാം തീയതിയിലത്തെ ക്യാൻഡിൽ അവിടെ ആണ്. പോകേണ്ടി വരും.
അതെ ഇവിടാണ് മൂന്നാമത്തെ ക്യാൻഡിൽ വരാൻ പോകുന്നത്. വരണ്ട. അപ്പം ടൈം എടുക്കും. എന്തായാലും നല്ല ടൈം എടുക്കും. ഇത്രയും കവർ ചെയ്ത് വരണം. അപ്പോൾ ഏതായാലും അത് ചെയ്യാൻ ഒക്കൂല. സോ എനിവേസ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. സീ സൂൺ. ബൈ ബൈ.